ഒരു ചെറുപൂരം തന്നെയാണ് ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ അതിഥിയാണ് ചേരുന്നത്. വളരെ തിരക്കുള്ള അതിഥിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ആദ്യം പോവുകയാണ്. എങ്ങനെയാണ് തൃശ്ശൂരിലെ കലോത്സവം? തീർച്ചയായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ എന്നെ നിങ്ങൾ കാണാൻ സമ്മതിച്ചിട്ടില്ല, കാരണം കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുക. അതെ, ഈ പറഞ്ഞ ശരിയാണ്. കൂടുതലൊന്നും കാണാൻ പറ്റാത്തത്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് വിളിച്ചോണ്ട് പോയൊരു ഗസ്റ്റ് ഇദ്ദേഹമാണ്. അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുമ്പോൾ സാറിനുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ ഒരു കലോത്സവത്തിലേ പങ്കെടുത്തുള്ളൂ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. കാരണം പിന്നെ ഞാൻ SLC പഠിച്ചിട്ടില്ല, പിന്നെ മൊത്തം ICSE സിലബസ് ആയിപ്പോയി. അന്ന് ഞാൻ അമ്മൂമ്മയായിട്ട് അഭിനയിച്ച് 1ാം സ്ഥാനം മേടിച്ചു. കാരണം സ്റ്റേജിൽ കയറിയപ്പോൾ ഭയങ്കര വിറയലായി. അപ്പോൾ അവർ വിചാരിച്ചു ഒറിജിനൽ ആക്ടിങ് അത്, റിയാലിറ്റി അത് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഫസ്റ്റ് അപ്പത്തരുത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പിന്നെ ഉപജില്ലയിൽ പോയി കിട്ടിയില്ല. ഉപജില്ലയിൽ പോയി കിട്ടിയില്ല, കുഴപ്പമില്ല. ഇപ്പം ഞാനിങ്ങനെ പാടുന്നത് കേട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അമ്മൂമ്മയെ പോലെ അഭിനയിപ്പിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അപ്പോൾ പാട്ട് പാടാം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ നീ ഓടി വന്നു, എന്തു നൽകുവാൻ എന്നെ കാത്തു തിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാൻ ഓടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. സാറിന്റെ ചാണ്ടിയമ്മൻ സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടാൻ പറഞ്ഞാൽ അപ്പം തന്നെ പാടും, അതിൽ വേറെ സഭാകമ്പം ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇതേ പാട്ട് തന്നെയാണ് പാടിയത്. അപ്പോൾ വേറൊരു പാട്ട് പിന്നെയും പിന്നെയും പാടാൻ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പടികടന്നെത്തുന്ന പദനിസ്വരം. വരികളൊക്കെ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പാടും. ട്യൂൺ എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കലോത്സവത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം ഒരു 6ാം സ്ഥാനത്താണ്. അപ്പോൾ എന്ത് പറയുന്നു, ഇനിയുണ്ടൊരു 3 ദിവസം. കോട്ടയം നമ്പർ 1 കോട്ടയം നമ്പർ 1 ആണ്. അപ്പോൾ 1ാമത് വരും, സംശയമില്ല. എന്തായാലും വളരെ തിരക്കുള്ള ആളാണ്, ഞാൻ പിടിച്ചു നടത്തുന്നില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് പിടിച്ചെടുത്തോണ്ട് വന്നതാണ്. ഏതായാലും കോട്ടയം 1ാം സ്ഥാനത്ത് എത്തട്ടെ. ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള മത്സരമാണ്. ഒരേ പോയിന്റോടെ കോഴിക്കോടും കണ്ണൂരാണ് മുന്നേറുന്നത്. അപ്പോൾ അതിലാരായിരിക്കും മുന്നിൽ വരിക? കോട്ടയം. ഓക്കെ, കോഴിക്കോട് കണ്ണൂർ ചോദിച്ചാലും കോട്ടയം തന്നെയായിരിക്കും മുമ്പ് വരിക. ഏതായാലും വളരെയധികം നന്ദി, പാട്ട് പാടാൻ പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം അമൃത വാർത്തകൾക്കൊപ്പം ഇത്രയും സമയം ചേർന്നത്. അമൃത പ്രേക്ഷകർക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ കലോത്സവം നിങ്ങൾ ഇവിടെ വന്ന് ആസ്വദിക്കുവാണെങ്കിൽ ഇച്ചിരി മനോഹരമായിരിക്കും. അല്ലെങ്കിലും നമുക്ക് മാധ്യമങ്ങൾ ഒരു കലാവിരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാം. തൃശ്ശൂരിൽ വന്നപ്പോൾ ഒരു പൂരത്തിന്റെ ഒരു വൈബുണ്ടോ ഇവിടെ? പിന്നെ പൂരത്തിന്റെ വൈബുണ്ട്. ഈ ഒരു പരിപാവനമായ മണ്ണിന്റെ ചുറ്റും ഒരു ആത്മീയതയുടെ വൈബുണ്ട്, അതിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. കൊച്ചു കുട്ടികൾ വരെ കാണാൻ വന്നിട്ടുണ്ട്. അതാണ് പ്രായഭേദം, എന്നെ ഫുൾ ഫാൻസ് ആണ്. എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ്, ഞാൻ പിടിച്ചു നിർത്തിയതാണ്.